നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ CMRL വീണ്ടും ദില്ലി ഹൈക്കോടതിയിൽ. SFIയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പേ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന ഉത്തരവ് ഇടണമെന്നുമാണ് CMRLന്റെ ആവശ്യം. കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. ഹർജി തിങ്കളാഴ്ച ദില്ലി ഹൈക്കോടതി പരിഗണിക്കും. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തു. പോലീസുകാരനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ക്രൈംബ്രാഞ്ചിലെ ജയചന്ദ്രൻ എന്ന പോലീസുകാരനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 2 മണിയോടെ പുതേരി പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തായിരുന്നു സംഭവം. നടപ്പാതയിലൂടെ പോകുമ്പോൾ പ്രതി ഫൈസൽ അസഭ്യം പറയുകയായിരുന്നു. ഇത് ചോദിച്ചപ്പോഴായിരുന്നു ആക്രമണം. ജയചന്ദ്രന്റെ പരാതിയിൽ കസബ പോലീസ് കേസെടുത്തു. പ്രതി ഫൈസൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കൊച്ചിയിലെ തൊഴിലിടത്തെ പീഡന പരാതിയിൽ വഴിത്തിരിവ്. കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ തൊഴിൽ പീഡന പരാതി ആസൂത്രണമെന്ന് മൊഴി. നടന്നത് തൊഴിൽ പീഡനമല്ലെന്ന ദൃശ്യങ്ങൾ കാണുന്ന യുവാവ് മൊഴി നൽകി. തൊഴിൽ വകുപ്പിനും പോലീസിനുമാണ് യുവാവ് മൊഴി നൽകിയത്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മാനേജർ മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ദൃശ്യങ്ങൾ പുറത്തുവന്നത് തന്റെ അറിവില്ലാതെയാണെന്നും സ്ഥാപന ഉടമയെ മോശക്കാരനാക്കി മുൻ ജീവനക്കാരൻ മനാഫ് മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും യുവാവ് മൊഴിയിൽ പറയുന്നു. താൻ ഇപ്പോഴും ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു. മകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. പിതാവ് അറസ്റ്റിൽ. മകനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകുന്നേരമാണ് കോഴിക്കോട് എലത്തൂരിൽ സംഭവം നടന്നത്. ജാഫറാണ് അറസ്റ്റിലായത്. മടക്കി കയ്യിൽ കൊണ്ടു നടക്കാവുന്ന സ്റ്റീൽ കത്തി ഉപയോഗിച്ചാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. ജഗദീഷിന്റെ കഴുത്തിലും വയറിന്റെ ഇടതുഭാഗത്തുമാണ് പരിക്കേറ്റത്. ആഴത്തിലുള്ള മുറിവുണ്ട്. മകനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ജാഫർ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ജംഷിദ് അത്യാഹിത വിഭാഗത്തിൽ തുടരുകയാണ്. ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ജാഫർ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായത്. ജോൺ ബ്രിട്ടാസ് MPക്കെതിരെ വധഭീഷണി. RSS പ്രവർത്തകനെതിരെ കേസെടുത്തു. കോഴിക്കോട് അഴിയൂർ സ്വദേശി സജിത്തിനെതിരെയാണ് കേസെടുത്തത്. ചോമ്പാല പോലീസാണ് കേസെടുത്തത്. ഫേസ്ബുക്കിലൂടെയാണ് ഇയാൾ ജോൺ ബ്രിട്ടാസിനെതിരെ വധഭീഷണി മുഴക്കിയത്. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ CPM MP ജോൺ ബ്രിട്ടാസ് ആഞ്ഞടിച്ചിരുന്നു. പിന്നാലെയാണ് വധഭീഷണി എത്തിയത്. ശനിയാഴ്ച പകൽ 3-നാണ് ഇയാൾ ഫേസ്ബുക്കിൽ പ്രകോപനപരമായ പരാമർശം നടത്തിയത്.